എനിക്ക് നിങ്ങളോട് ഓരോരുത്തരും പറയാനുള്ളത്, നമ്മുടെ ലൈഫിൽ നമ്മളെ ഏറ്റവും ബാധിക്കുന്ന ഒരു കാര്യമാണ് ഫോൺ യൂസേജ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് സാധാരണ നോർമൽ ഫോൺ യൂസേജ് അല്ലാതെ എഡിക്ഷൻ ആയിട്ട് ഒരു കാര്യത്തിൽ നമ്മൾ ഡ്രഗ്സ്, അതുപോലെ മദ്യപാനം, ഇതൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു എഡിക്ഷൻ ആയിട്ട് നമുക്ക് അതിലേക്ക് ഒന്ന് ഒരിക്കലും ഫോക്കസ് മാറ്റാൻ പറ്റാത്ത രീതിയിലൊരു അവസ്ഥയിലൊക്കെ ഓരോരുത്തരും പോകുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആവുന്നുണ്ട് കേട്ടോ. അപ്പം അതിൽ എനിക്ക് പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതേപോലെ തന്നെ ഞാൻ അതെങ്ങനെയാണ് റെസ്ട്രിക്ട് ചെയ്തതെന്നും അതെന്നെ എത്രത്തോളം എഫക്ട് ചെയ്തിട്ടുണ്ടെന്നും അതെങ്ങനെ കുറച്ച് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിട്ട് പറഞ്ഞ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഇൻഫർമേറ്റീവ് ആവും. നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിലേക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവും. അതായിട്ട് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോൺ അധികം യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എനിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന്റെ കണ്ടന്റ് നോക്കിയിട്ടും അങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോസ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോൺ അധികം യൂസ് ചെയ്യുന്നത്. ആ ഫോൺ യൂസേജ് കൂടുന്നുണ്ട് എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതേപോലെ തന്നെ പൊതുവെ മുന്നേ പറയുന്നത് ഇപ്പം ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയം, വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ വളരെയധികം ഫോൺ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നമ്മളിങ്ങനെ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളാണെങ്കിൽ വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ഫോൺ യൂസ് ചെയ്ത് എന്തെങ്കിലും ആവശ്യത്തിന് യൂസ് ചെയ്യും. പിന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകും, അതുപോലെ യൂട്യൂബ് ഷോർട്സ് ഇങ്ങനെ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. പിന്നീട് നമ്മൾ സ്ക്രോൾ ചെയ്ത് നമ്മുടെ അതൊരു ഹാബിറ്റ് ആയിട്ട് അങ്ങനെ നമ്മൾ ഇങ്ങനെ എത്ര ടൈം നമുക്ക് പോകണമെന്ന് മനസ്സിലാവാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ആണ് നമ്മൾ ഓരോരുത്തരും ഫോൺ സ്റ്റാർട്ട് ചെയ്യുക, കണ്ടു തുടങ്ങുക. പിന്നീട് നമുക്കതൊരു എഡിഷൻ ആയിട്ട് അങ്ങനെ നമ്മുടെ ലൈഫിലേക്ക് അത് ഒരു ഭാഗമായിട്ട് നമുക്കത് മാറ്റാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഉണ്ടാവും പൊതുവെ എല്ലാവർക്കും ഉണ്ടാവാം. ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഫ്രീ ടൈം കിട്ടുമ്പോഴാണെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിടക്കാണെങ്കിലും ഒക്കെ ഇപ്പം നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി. നമ്മളിപ്പോൾ ബാത്റൂമിലേക്ക് പോകുകയാണെങ്കിലും അതേപോലെ നമ്മൾ വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരുന്നുകൊണ്ടിരിക്കും, ഇത് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പഠിക്കുന്നതിനിടയ്ക്ക് ഫോൺ ഇടയ്ക്കിടയ്ക്ക് എടുത്തുകൊണ്ടിരിക്കുക, വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ഫോൺ എടുത്തു, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ അല്ലേ. ചില ആൾക്കാർ പീക്ക് ലെവലിലേക്ക് ബാത്റൂമിൽ വരെ ഫോൺ യൂസ് ചെയ്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട് അല്ലേ. അപ്പം ഇങ്ങനെ ഫോൺ എഡിഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായതിന്റെ പേരിലാട്ടോ എനിക്ക് അങ്ങനെ ഉണ്ടായ സമയത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന മാറ്റം കൂടിയാണ് അതിൽ പറയുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ലൈഫിൽ എന്നെ ഇപ്പോൾ ബാധിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ ഹസ്ബൻഡ് പുറത്താണ്. അപ്പോൾ ഞാൻ ആളുമായിട്ട് ചാറ്റ് ചെയ്യാനൊക്കെ സമയം എന്ന് പറയുന്നത് അധികം നൈറ്റ് ആയിരിക്കും. അപ്പോൾ ഈ നൈറ്റ് സമയത്ത് ഞാൻ ആളുടെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചാറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് രണ്ടും കൂടെ കേട്ടോ ഞാൻ എൻ്റെ വർക്ക് പോകുന്നുണ്ടാവുക. കാരണം ആളുടെ ചാറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും വീഡിയോ കണ്ടോണ്ടോ അല്ലെങ്കിൽ പാട്ട് കേട്ടോണ്ടോ എന്തെങ്കിലും ആയിരിക്കും ഞാൻ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ ടൈം കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവരൊക്കെ ഉറങ്ങിക്കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് സംസാരിക്കാൻ. പക്ഷേ അതെന്നെ സംബന്ധിച്ചിടത്തോളം അത് എനിക്ക് മസ്റ്റായിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ്. കമ്മ്യൂണിക്കേഷൻ ഞങ്ങളുടെ ഇടയിൽ വേണമല്ലോ, വേണ്ടുന്ന കാര്യമാണ്. പക്ഷേ അത് അളവ് ഇല്ലാത്ത രീതിയിൽ നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ ഒരു അരമണിക്കൂർ ഓക്കെ ഫോൺ നമുക്ക് നോക്കാം, 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഫോൺ കണ്ടിന്യൂസ് ആയിട്ട് നൈറ്റ് യൂസ് ചെയ്യുക. അപ്പം അത് നമ്മൾ അത്രയും എഫക്റ്റ് ചെയ്യുന്നതിൻ്റെ സ്ലീപ്പിംഗ് ഡിസോർഡർ. എനിക്ക് പിന്നെ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ എനിക്ക് ഉറക്കേ കിട്ടില്ല. ഉറക്കുക എന്ന് പറഞ്ഞ സംഭവം പിന്നെ എനിക്ക് എപ്പോഴാണ് കിട്ടുകയെന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എത്തിയപ്പോഴാട്ടോ ഞാനത് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ ലൈഫിൽ സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, സ്ട്രെസ് വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ തന്നെ ബാധിക്കും. അത് നമ്മളിപ്പം ഈ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് പഠിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് അവരുടെ മൈൻഡ് സെറ്റ് പോകും. ഇങ്ങനെയൊക്കെ നമ്മൾ ഈ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വരാം. അപ്പം നമുക്കിത് എങ്ങനെയാണ്, നമ്മളൊരു ഫോൺ അഡിക്റ്റഡ് ആണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ നോക്കാം. ഈ ഫോൺ എഡിഷനൊക്കെ നിങ്ങളെ ലൈഫിനെ എങ്ങനെ ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിനെ എങ്ങനെ ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ ലൈഫിൽ നമുക്ക് ഡ്രഗ്സിൽ നമ്മൾ അങ്ങനെയാണെങ്കിൽ, അതുപോലെ നമ്മൾ മദ്യപാനം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ആ എഡിഷൻ നമ്മുടെ ലൈഫിൽ എത്രത്തോളം ബാധിക്കും. അതേപോലത്തെ ഒരു ബിഗ് പ്രോബ്ലം ആട്ടോ ഫോൺ എഡിഷൻ എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലം നമ്മുടെ ലൈഫിലേക്ക്, നമ്മുടെ മെൻ്റൽ ഹെൽത്തിലേക്ക് ഭയങ്കരമായിട്ട് വരുന്നൊരു കാര്യമാണ് ഫോൺ എഡിഷൻ എന്ന് പറയുന്നത്. പല കുഞ്ഞുങ്ങളും ഇപ്പം തന്നെ റീസെൻ്റ്ലി എൻ്റെ മോള് പഠിക്കുന്ന സ്കൂളിൻ്റെ അടുത്തുള്ള വേറൊരു സ്കൂളിൽ ഒരു കുഞ്ഞ് ഇതുപോലെ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഫോൺ വീട്ടുകാർ കൊടുക്കാത്തതുകൊണ്ട്. അപ്പം ഇത്രയും അധികം ആൾക്കാരിൽ ഡിസ്ട്രോയ് ചെയ്യുന്ന, അത്രയും അവരുടെ മൈൻഡിനെ ഇത്രയും അധികം ബാധിക്കുന്ന ഒരു കാര്യമാണ് ഫോൺ എഡിഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നില്ലേ, അതിൻ്റെ തോത് കൊണ്ട് ഇപ്പം ഞാൻ പറയാം, ഫസ്റ്റ് നമുക്ക് നമ്മുടെ ബ്രെയിനിന് എന്താ പറയുക ഒരു കൗതുകം, ഒരു ഇഷ്ടം തോന്നിയിട്ട് നമ്മൾ അതിനെ സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് ഫസ്റ്റ് നമ്മൾ വരിക. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തേണ്ടേയിരിക്കും. നമുക്കൊരു നല്ല സുഖം ഫീൽ ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കാണാമല്ലോ എന്നുള്ള രീതിയിൽ നമുക്കൊരു സുഖം തോന്നും. ആദ്യം നമ്മളെല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ തോന്നാം. പിന്നെ നമ്മുടെ മൈൻഡിൽ അതിങ്ങനെ കിടക്കും, നമുക്കത് റിപ്പീറ്റ് ചെയ്യാൻ തോന്നും. നമുക്ക് നാളെയും അത് കാണണം. അതാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് നാളെയും അത് കാണണം ഇങ്ങനെ തോന്നും. അങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നതിന് നമുക്ക് ഒന്ന് പോരാ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു എന്റർടൈൻമെന്റ് വീഡിയോ കാണാനാണ്. അപ്പോൾ എന്റർടൈൻമെന്റ് വീഡിയോ കണ്ടിട്ട് നമുക്ക് ഇത് പോരാ, ഇനി ഒരു എന്റർടൈൻമെന്റ് വീഡിയോ കാണണം, ഇതുപോലെ. അതുപോലെ ഒത്തിരി വീഡിയോസ്, പല വീഡിയോസ് ആവട്ടെ, ബാഡ് ആയിട്ടുള്ള പല വീഡിയോസുകളും ഉണ്ടാവാം. ഒന്ന് കാണാം, പിന്നെയും നമുക്ക് കാണാൻ തോന്നും, ഒന്ന് പോരാൻ തോന്നും. അങ്ങനെയാണ് പിന്നെ റിപ്പീറ്റേഷൻ കഴിഞ്ഞ് നമുക്ക് പിന്നെ ഒന്ന് പോരാന്ന് ഫീൽ വരും. പിന്നെ നമ്മുടെ ലൈഫിൽ ഡിപ്പെൻഡൻസ് ആവും. കാരണം നമുക്ക് ഇതില്ലെങ്കിൽ പറ്റൊരു മിസ്സിങ് ഫീൽ നമ്മളെ കയ്യിൽ നിന്ന് പെട്ടെന്നില്ല. നമുക്ക് നെറ്റ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ അത് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതിന്റെ വിഷമം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഫോൺ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഫോൺ എന്തെങ്കിലും ഇതായി
വർക്ക് ആവുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തായാലും നമുക്ക് ചില സിറ്റുവേഷൻസിൽ എത്തിക്കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുള്ള നമുക്കതൊരു മിസ്സിങ് നമുക്കത് പെട്ടെന്ന് കിട്ടി നമ്മുടെ മുമ്പിൽ കൂടി ഇല്ലെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഏറ്റവും എൻഡിലുള്ള ഒരു സ്റ്റേജ് ആണെന്ന് പറയുന്നത് നമ്മൾ അത് കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും എന്നുള്ളത്. നമ്മളിതുപോലെ സൂയിസൈഡോ അല്ലെങ്കിൽ ആരെങ്കിലും ഞാൻ വേറൊരു കുട്ടീൻ്റെ ഞാനൊരു പേപ്പറിലോ വായിച്ചിട്ടുണ്ടായിരുന്നു, അമ്മേനെ കൊന്നിട്ട് മൊബൈൽ ഫോൺ എടുത്തിട്ട് പോയി കഴുത്തിലങ്ങായിട്ട് കത്തി കൊണ്ട് വെച്ചാൽ അങ്ങനെ എന്തോ ആണ് വായിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് കുട്ടിയുടെ ഈ ഒരു അഡിഷൻ ഗെയിമിന്റെ അഡിഷൻ അങ്ങോട്ട് പോയതിന് ശേഷം തിരിച്ചു പോയി നോക്കിയപ്പോഴാണ് അമ്മ ഇങ്ങനെ വയ്യാതെ കിടക്കുന്നത് കണ്ടിട്ട് കുട്ടിക്ക് വരെ മനസ്സിലായി. കുട്ടി ഭയങ്കര പാനിക്കായി എല്ലാവരും വിളിച്ച് കൊണ്ടുപോയി. പിന്നീട് കുട്ടി ചിന്തിക്കുമ്പോഴാണ് കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു അബദ്ധമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റാണെങ്കിലും കുട്ടി അറിയാതെ ഇതിന്റെ അഡിഷന്റെ പേരിൽ കുട്ടിയുടെ സ്വഭാവത്തിൽ സംഭവിച്ചു പോയൊരു കാര്യം. ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ഈ രീതിയിലാണ് അഡിഷൻ. അപ്പൊ നമുക്ക് തന്നെ മനസ്സിലായി. ഇപ്പൊ ഞാനൊക്കെ റിപ്പീറ്റേഷൻ വരുമ്പോൾ തന്നെ ഐ തിങ്ക് ഇത് എന്റെ ലൈഫിൽ റിപ്പീറ്റേഷൻ ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഓരോരുത്തരും അവെയർ ആവണം. നമ്മളൊരു കാര്യത്തിലേക്ക് ഇപ്പൊ നമ്മളിപ്പം എന്താണെങ്കിലും നമ്മളിപ്പോൾ ഡ്രിങ്ക് കുടിക്കുന്ന ഒരാളാണെങ്കിലും നമ്മുടെ കുടിയുടെ തോത് കൂടുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ ഇത് എന്റെ ലൈഫിൽ അധികം നല്ല രീതിയിൽ പോകത്തില്ല. ആ സമയത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കണം. നമ്മൾ തന്നെ അതിന് ഡിസിഷൻ എടുത്തേ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നതും നമ്മൾക്കൊരു റിപ്പീറ്റേഷൻ കഴിഞ്ഞ് നമുക്കിതൊരു സുഖം പിടിച്ച് അങ്ങോട്ട് പോവാണെന്ന് തോന്നുമ്പോൾ നമ്മൾ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഈ പറഞ്ഞ പോലെ എന്റർടൈൻമെന്റ് വീഡിയോസ് ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ ലൈഫിൽ അധികം ബാധിച്ചില്ല. ചില ഗെയിമിംഗ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ആൾക്കാരെ അത്രയും എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഒരുപാട് അതിലേക്ക് എഡിക്റ്റ് ആവുന്നുണ്ട് തോന്നുമ്പം അത് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളത് നമ്മുടെ മൈൻഡിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം ആ ഒരു രീതി നമ്മളൊരു കാര്യത്തെ നമ്മുടെ ലൈഫിലേക്ക് ഓവറായിട്ട് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നാണ് കേട്ടോ ഇനി പറയാനുള്ളത്. അതിനു മുമ്പായിട്ട് ഈ ഒരു സംഭവം നമ്മുടെ ലൈഫിലേക്ക് വന്നാൽ നമ്മൾ ഈ മൊബൈൽ എഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് അറിയാം, നമ്മൾ എന്തൊക്കെ രീതിയിൽ എഫക്ട് ചെയ്യുമെന്ന് അറിയാം. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുടെയൊക്കെ അമ്മമാർ ഇത് കാണുന്നുണ്ടെങ്കിൽ, പാരൻസ് ഇത് കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ഫോൺ കൊടുക്കും. ഇപ്പം ഞാൻ എൻ്റെ മോളൊക്കെ അവൾക്ക് വളരെ റയറായിട്ട് നമ്മൾ ഒരു കാര്യത്തെയും ഞാൻ ഒരിക്കലും ഭയങ്കരമായിട്ട് നിയന്ത്രിക്കണം എന്ന് പറയുന്ന ഒരാളല്ല കേട്ടോ. നമ്മളൊരു കാര്യം റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ കുഞ്ഞ് വേറെ പല വഴിയും നോക്കും. പക്ഷേ നമ്മൾക്ക് അവർക്ക് കൊടുക്കാവുന്ന ഒരു പരിധിയുണ്ട്. പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും കൊടുക്കാന്ന്. എൻ്റെ ഒന്നും പോളിസിയിൽ അങ്ങനെ ഇല്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അത് റിപ്പീറ്റേഷൻ ആകുമ്പോൾ ഡെയിലി ആ 1 മണിക്കൂർ ആ ടൈം എത്തുമ്പോൾ അവർക്ക് അതിന് വാശി വരും. അതുകൊണ്ട് തന്നെ ഞാൻ അവർക്കൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്, ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ അവർ ആഗ്രഹിക്കുന്ന കാർട്ടൂൺ എന്തെങ്കിലും കാണണമെന്ന് പറയുന്നത് ഞാൻ പറയും ഫോണിൽ പൈസ ഉണ്ടാകുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. പപ്പയ്ക്ക് സാലറി കിട്ടുമ്പോൾ മാത്രമേ മമ്മിക്ക് അത് എടുത്ത് തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഓക്കെ കാണണ്ട. നമുക്ക് അഡിക്റ്റ് ആവുന്ന ചില കാര്യങ്ങളുണ്ട്. ഗെയിം ആയിരിക്കാം, ചിലപ്പോൾ ചില കാർട്ടൂൺസ് ആയിരിക്കാം, അതൊക്കെ ഭയങ്കരമായിട്ട് എഡിക്റ്റ് ആവും. അപ്പം അത് എഡിക്റ്റ് ആവാതിരിക്കും. അപ്പം അങ്ങനെ പറയും. അപ്പോൾ ചോദിക്കും ഇങ്ങനെ ചെയ്യാം, അമ്മ സാലറി വന്നപ്പോൾ എനിക്കൊന്ന് കാണുന്നിരുന്നല്ലോ ചോദിക്കും. അപ്പോൾ മാസത്തിൽ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെയാണ് വെച്ച് കൊടുക്കാറ്. പിന്നെ ഇങ്ങനെയാണ് കൊണ്ടുപോകാറുള്ളത്. അപ്പം നമ്മൾ ഒരിക്കലും ഒന്നിനെ നിയന്ത്രിക്കണം എന്ന് പറയുന്നില്ല. പക്ഷേ നമ്മുടെ ലൈഫിലാണെങ്കിലും ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഒന്നും നമ്മുടെ ലൈഫിലും വേണമെന്നില്ല. നമുക്കും എൻ്റർടൈൻമെൻറ്റും എല്ലാം വേണം. പക്ഷേ നമ്മളുടെ കയ്യിൽ അതിൻ്റെ ഒരു നിയന്ത്രണം കൂടെ വേണം. നമ്മൾ തന്നെ നമ്മൾക്കൊരു ബൗണ്ടറി ഇടണം. ഇല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവാം. പ്രത്യേകിച്ചും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനേ പറ്റില്ല. പഠിക്കാനിരിക്കുന്ന കുട്ടികളാണെങ്കിൽ പലപ്പോഴും അവർക്ക് സംഭവിക്കുന്ന കാര്യം, ഈ ഫോൺ ഒരുപാട് യൂസ് ചെയ്യുന്ന മക്കളാണെങ്കിൽ ജോബിനിടയിലാണെങ്കിലും ഇതെടുത്തൊന്ന് ഇൻസ്റ്റയോ അല്ലെങ്കിൽ ഒന്നിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളൊരു തോന്നിക്കൊണ്ടേയിരിക്കും. അത് മസ്റ്റാണ്. എൻ്റെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ വീട്ടിലിരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണുക എന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ വരും. അഡിക്റ്റഡ് ആകുമ്പം അത് മസ്റ്റായിട്ടും അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എല്ലാവർക്കും. അപ്പോൾ ഫോക്കസിങ് പോവും. അതേപോലെ തന്നെ നമ്മൾ എന്താ പറയണ്ടേ, നമുക്ക് നമ്മുടെ മെമ്മറി പവർ വളരെ കുറവാകും. നമുക്കൊരു കാര്യത്തെ അധികം ഓർത്ത് വെക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നന്നായി പഠിച്ചാലും എത്രയും തലയിൽ കയറാത്ത പോലെ നമുക്ക് എത്രയും മെമ്മറി ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾക്ക് ഒന്നും റെക്കഗ്നൈസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഡിസിഷൻ മേക്കിങ്ങില്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാത്തിനും ഒരു ബ്രേക്ക് ഇങ്ങനെ സംഭവിക്കും. നമ്മൾ ഈ ഒരു എഡിക്ഷൻ എന്നുള്ള കാര്യം നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം ഇടപെടലും നമ്മളതെല്ലാം വീണു പോകും. നമുക്ക് ഒന്നൊരു ഫോക്കസ് ഉണ്ടാവില്ല. നമ്മളിനി വർക്ക് ചെയ്യുന്ന ഒരാൾക്കാരാണെങ്കിൽ അവരും ഒരുപാട് അവരുടെ വർക്കിനെ വളരെയധികം എഫക്ട് ചെയ്യും. പഠിക്കുന്ന കുട്ടികളുടെ അവരുടെ പഠനത്തിനെ എഫക്ട് ചെയ്യും. ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ ഓരോന്ന് വളർന്നു വരികയാണ് പഠിച്ചിട്ട്. പല കാര്യങ്ങളും അവരുടെ സ്റ്റോപ്പ് ആവും ലൈഫിൽ. അതുകൊണ്ട് തന്നെ ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ബാധിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ഇത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന് ഞാൻ എങ്ങനെയാണ് മാറ്റിയിട്ടുള്ളത് എൻ്റെ ലൈഫിൽ എന്നുള്ളൊരു കുറച്ച് സ്റ്റെപ്സ് ആട്ടോ. ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു 3-4 കാര്യങ്ങൾ അതെന്താണ് കേട്ടോ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നോ എൻ്റെ മോള് വീഡിയോസ് കാണും എന്നുള്ളത്, മന്തിലേക്ക് ഞാൻ ഇങ്ങനെ കൊടുക്കും, അപ്പോൾ കാണും. അപ്പം ഞാൻ എന്താക്കും, പിന്നീട് അതിൻ്റെ താഴെ ചെയ്യുന്ന ഒരു കാര്യമാണ് നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഓപ്ഷൻ ഉണ്ട്. അത് ചെയ്യും കേട്ടോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ യൂട്യൂബ് ആയിക്കോട്ടെ അവരുടെയൊക്കെ അൽഗോരിതം എന്ന് പറയുന്നത് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ കണ്ടാൽ അതിൻ്റെ സജഷൻ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ അതിന് താഴെ ആ വീഡിയോസ് കാണും. ഇപ്പം ഞാൻ വീഡിയോ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ടോപ്പിക്
ഒക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് അവൾ വന്നിരുന്ന് നോക്കാറുണ്ട് ചിലപ്പം എന്താണെന്നുള്ളത്. അവൾക്ക് ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത എഴുന്നേറ്റ് പോകും, എന്നാലും എന്താ കാണുന്നതെന്ന് അറിയാൻ വേണ്ടി വന്ന് നോക്കുമ്പോൾ ഇത് സജഷനിൽ കാണുമ്പോൾ അവൾ സത്യം പറഞ്ഞാൽ അത് വെക്കാൻ പറയും. അപ്പം അങ്ങനത്തെ ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വഴക്കോ അല്ലെങ്കിൽ മോളുമായിട്ടുള്ള ഒരു അടിപിടി സ്റ്റണ്ട് ഉണ്ടാവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അത് കഴിഞ്ഞ വളരെ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുക്കാറുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത പല ടോപ്പിക്കും ചിലപ്പോൾ വരുന്ന സമയത്തും ഞാൻ ഈ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്ന സംഭവം ഇടാറുണ്ട്. കാരണം എനിക്ക് ഇങ്ങനത്തെ ടോപ്പിക്കിനോട് ഇഷ്ടമല്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക്ക് നിങ്ങൾ കാണണമെങ്കിൽ പോലും നിങ്ങളിൽ ഇത് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ ഇതിൽ എഡിഷൻ ആവുന്നത് ഇതാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അതിൻ്റെ താഴെ നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്തിട്ട് അത് വിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോ സജഷനിൽ വരാതിരിക്കുമ്പോൾ പലപ്പോഴും ഈ എഡിക്റ്റ് ആവാതിരിക്കും. നമ്മളിപ്പോൾ ഒരു ഗെയിം കളിച്ചു അല്ലെങ്കിൽ ഒരു ഗെയിം കണ്ടു, അപ്പോൾ അത് കണ്ട് പിന്നെയും സജഷൻ അത് തന്നെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതെനിക്ക് ഇനിയും കാണണം അല്ലെങ്കിൽ ചെയ്യുന്നത്. അപ്പോൾ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ചെയ്യാം. അല്ലെങ്കിൽ നോട്ട് റെക്കമെൻഡഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട്, അത് ചെയ്യാം. അതേപോലെ തന്നെ നമ്മളുടെ ഹിസ്റ്ററി ഉണ്ടാവുമല്ലോ, അത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ പോയിട്ട് സെറ്റിംഗ്സിൽ പോയിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ വാച്ച് ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോഴും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണില്ല. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എൻ്റെ ലൈഫിൽ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. രണ്ടാമത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു ആപ്പ് വെച്ച് നമ്മൾ കാണണമെങ്കിൽ നമ്മളതിനെ റീഇൻസ്റ്റാൾ അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിനുള്ള ഗുണം എന്ന് പറയുന്നത്, നമ്മളൊരു കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് സംഭവിച്ച് ഞാൻ ചെയ്യാനുണ്ടായ കാര്യം കൂടെ പറയാം കേട്ടോ. ഞാൻ ഫേസ്ബുക്ക് അധികം യൂസ് ചെയ്യുന്ന ഒരാളല്ല, എനിക്ക് അതിനൊരു ഐഡിയ ഇല്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഐഡി കയറിയിട്ട് ഞാൻ എന്തെങ്കിലും ഫേസ്ബുക്കിൽ നമുക്ക് എന്തെങ്കിലും ലിങ്ക് വന്നാൽ എടുത്ത് നോക്കാറുണ്ട്. അതായത് ഫേസ്ബുക്ക് എനിക്കില്ല, അപ്പോൾ ഞാൻ ആളുടെ ഐഡിയിലാണ് കയറി നോക്കാറ്. അപ്പം എനിക്കിങ്ങനെ എൻ്റെ അടുത്ത് അമ്മ അങ്ങനെ ചില വീഡിയോസൊക്കെ അയച്ചു തരും, ഭയങ്കര ഫണ്ണി വീഡിയോസൊക്കെ. അപ്പോൾ അത് വന്നാൽ എനിക്ക് ഓപ്പൺ ആക്കണമെങ്കിൽ എനിക്ക് വേണമല്ലോ. അപ്പം എനിക്ക് ഉണ്ടായിരുന്നു ആപ്പ് ഉണ്ട്, അപ്പോൾ ഞാൻ അതിൽ കയറി നോക്കും. അപ്പം ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ എന്താ പോസ്റ്റ് ചെയ്ത് എൻ്റെ ഇതിൽ? അപ്പം ഞാൻ ചോദിച്ചു എന്ത്? അവൻ പറഞ്ഞു എന്തോ റിലേറ്റഡ് ആണ്, അമ്മായിയമ്മ അങ്ങനെ എന്തോ റിലേറ്റഡ് ആയിരുന്നു. അപ്പം ഞാൻ എൻ്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ നിൻ്റെ അമ്മയ്ക്ക് എന്തോ രീതിയിലുള്ള പോലെയാണോ അത് ഇട്ടിട്ടുള്ളത്, നീ എന്താ ചെയ്ത്? അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അറിയില്ല, കാരണം ആളുടെ അക്കൗണ്ട് കയറിയിട്ട് വരെ ഞാൻ നോക്കിയിട്ടില്ല. നേരെ ലിങ്കിൽ പോയി കണ്ട് പിന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഞാൻ സ്ക്രോൾ ചെയ്ത് നോക്കുന്നില്ലാതെ ഞാൻ ആളുടെ അക്കൗണ്ട് അകത്ത് എന്തൊക്കെ ഫോട്ടോസാന്ന് പോലും കണ്ടിട്ടില്ല, നോക്കിയിട്ടില്ല. കാരണം എനിക്കിപ്പോഴും അത്രയും അറ്റാച്ച്ഡ് അല്ലാത്ത ഒരു ആപ്പാണ് ഫേസ്ബുക്ക്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നോക്കിയിട്ടില്ല. പക്ഷേ ഇങ്ങനെ കാണാറുണ്ട്. അപ്പം എൻ്റെ കൈ തട്ടിയോ എങ്ങനെയാണ് സംഭവിച്ചെന്നൊക്കെ അറിയില്ല. ഇപ്പോഴാണ് പിന്നെയും എനിക്ക് സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഡീൽ ചെയ്യാൻ അറിയുന്നതല്ല മനസ്സിലായിട്ടുള്ളത്. ആ സമയത്ത് എനിക്കൊരു 3-4 കൊല്ലം മുന്നേ ആ സമയത്ത് എനിക്കിതിനെ പറ്റുന്നൊരു വലിയ ഐഡിയ ഇല്ല. ഇത് എങ്ങനെ എന്നോട് ഡിലീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ പോലും അറിയില്ല, എങ്ങനെ പോയി ഡിലീറ്റ് ചെയ്ത് തന്നു അനുഭവം. അപ്പം ഞാൻ എന്താക്കുന്ന അറിയോ, ഇങ്ങനെ എന്തെങ്കിലും ലിങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കാണണം, ആഗ്രഹം ഉണ്ടാവുമല്ലോ, കുട്ടികളുടെ ഫണ്ണി വീഡിയോസൊക്കെ ആയിരിക്കും. അത് കണ്ട് തിരിച്ച് വന്നപാടെ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തത്. ഞാൻ ഇൻസ്റ്റാൾ ചെയ്യും അൺഇൻസ്റ്റാൾ ചെയ്യും, ഇങ്ങനെയാണ് FB. ഇപ്പോഴാണ് എനിക്കൊന്നും ഇപ്പം അങ്ങനെ ഉണ്ട്, കാരണം ഞാൻ അതിലേക്ക് കയറാറ് വളരെ കുറവാണ്. കുറച്ച് എനിക്കിതിനെക്കുറിച്ച് ബോധം വന്നതിന് ശേഷമാണ് ഞാൻ ശരിക്കും അത് ഓക്കെ എനിക്കിത് അറിയാം, എന്തായാലും അങ്ങനെയൊന്നും അവിടെ ഇവിടെ ടച്ച് ചെയ്യാനൊന്നും പാടില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഞാനത് വെക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ഞാനത് കാണണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യും, അപ്പം തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യും. പക്ഷേ പലപ്പോഴും ഞാനത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, നമുക്കിത് ചെയ്യാന്നുള്ളത് വലിയ പാടുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഈ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്കൊരു ലിങ്കോ എന്തെങ്കിലും കാര്യങ്ങൾ തമാശ വന്നാൽ ഇനിയിപ്പോൾ ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് എന്ന് വെച്ചാൽ നമ്മളത് വിട്ടുകളയും. നമ്മൾ പലപ്പോഴും നമ്മൾ ആ ഒരു അഡിക്ഷനിലേക്ക് പോകാൻ നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേയേറെ നമ്മുടെ ആ ഒരു നമ്മൾ ലേസി ആയിരിക്കുമല്ലോ എന്തായാലും. അപ്പോൾ നമ്മൾ പിന്നെയും ഇൻസ്റ്റാൾ ചെയ്യണം, അങ്ങനെ ആക്കണം. അതുകൊണ്ട് നമ്മൾ പഠിച്ചിട്ട് ചെയ്യാതിരിക്കും. അപ്പം അങ്ങനെ ചെയ്യുന്നതും വളരെ നല്ലൊരു കാര്യം കേട്ടോ, ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഫോൺ എന്ന് പറയുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാക്കി വെക്കുക എന്നുള്ളതാണ് അടുത്ത സംഭവം എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് എന്താണെന്നുള്ളത്. ഇപ്പം നമുക്ക് നമ്മളെ ഫോൺ എന്ന് പറയുന്നത് നമുക്ക് ഇൻസ്റ്റയിൽ കുറേ റീൽസ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയത്, അതേപോലെ തന്നെ യൂട്യൂബിൽ അങ്ങനെ FBയിൽ അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഫോൺ എന്ന് പറയുമ്പോൾ. ഭയങ്കര മെസ്സി ആയിരിക്കും. നമ്മൾ ഫോണിനെ പറ്റി നമ്മുടെ റൂമെന്ന് പറയുമ്പോൾ നമ്മൾ അവിടെയൊക്കെ വലിച്ചിട്ട് നമ്മൾ മെസ്സി പറയും, അതേപോലെ നമ്മൾ ഫോണുള്ളത്. അങ്ങനെ ആക്കാതെ നമ്മൾ ഫോണിനെ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് വെക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൽ ഈ അഡിക്ഷൻ കുറയും കേട്ടോ. നമ്മൾ ഫോൺ നമുക്ക് എടുത്ത് നോക്കുമ്പോൾ അതിലൊന്നും ഭാരിച്ചായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം നമുക്കത് കൂടുതലായിട്ട് കാണാനോ അല്ലെങ്കിൽ അത് വാച്ച് ചെയ്യാനോ ഒന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് ആണെങ്കിലും ഇത് നമ്മൾ വളരെ മോട്ടിവേറ്റീവ് ആയിട്ടുള്ള മോട്ടിവേഷൻ വീഡിയോസ് കണ്ടിട്ട് അതൊക്കെ റെക്കമെൻഡേഷനിൽ വരുന്ന ന്യൂസ് കണ്ടിട്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ അതിൽ ന്യൂസും മോട്ടിവേഷൻ ഞാൻ തന്നെ പറയാം. ഇപ്പം എൻ്റെ വീഡിയോസിന് 2 വീഡിയോ ഉണ്ട്, 3ാമത്തെ വീഡിയോ ഒന്നും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല, കാരണം അതാണ് ടോപ്പിക്ക്. മനുഷ്യന്മാർക്ക് ആർക്കും ഇൻട്രസ്റ്റിംഗ് അല്ല. കുറേ കാര്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ഇതിലേക്ക് പിന്നെയും തിരിച്ചു വരാം. അല്ലാതെ റെഗുലറായിട്ട് കാണുന്നത് നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള ഭയങ്കര കൊമേഡിയൻ ആയിട്ടുള്ള ഫാമിലി എൻ്റർടൈനിങ് അങ്ങനത്തെയുള്ള കാര്യങ്ങൾ, അതേപോലെ ഗെയിംസ്, ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇൻട്രസ്റ്റിംഗ് എന്ന് മാറ്റുക, വാച്ച് ലിസ്റ്റ് എന്ന് മാറ്റുക, അതേപോലെ ഈ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് അതിനെ നമ്മൾ മാറ്റി എപ്പോഴും ഒരിക്കലും കാണണ്ട എന്നല്ല കേട്ടോ. നമ്മുടെ ലൈഫൊക്കെ കാണാനും അല്ലെങ്കിൽ എല്ലാം ചെയ്യാനൊക്കെ ഉള്ളത് തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ലൈഫിൽ അതിൻ്റെ ഒരു റെസ്ട്രിക്ഷൻസ്, ഒരു പരിധി ഉണ്ടാവണം, അതിനപ്പുറത്ത് പോകാൻ പാടില്ല. അപ്പം ആ രീതിയിൽ മാത്രം കണ്ടിട്ട് അപ്പം നമ്മൾ ഫോൺ നമുക്ക് എടുത്ത് നോക്കുമ്പോൾ തന്നെ അത്രയും ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് നല്ല രീതിയിലാണെങ്കിൽ നമ്മൾ അധികം എഡിക്റ്റ് ആയിട്ട് പോവില്ല. നമുക്കിതൊക്കെ കാണി നമ്മൾ സെർച്ച് ചെയ്ത് കാണാം, അപ്പം തന്നെ അത് കളഞ്ഞു കളയാം.
ആ രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണേ ഭയങ്കര സൂപ്പറായിരിക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും അത് എഡിഷനിലേക്ക് പോകില്ല. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. പലപ്പോഴും നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത്, പലപ്പോഴും നമ്മൾ എൻ്റർടൈൻമെൻറ്റിൽ നമ്മൾ ടൈം ഭയങ്കര ബോറായിട്ട് പോകുമ്പോൾ നമ്മളതിനെ പാഴാക്കുന്നത് ഫോണിലേക്കാണ്. നമുക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കിൽ അല്ലെങ്കിൽ കോമഡീസ് അല്ലെങ്കിൽ ഗെയിംസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ നമ്മുടെ ടൈം ചിലവഴിക്കുന്നു. ഇപ്പം ഓഫീസ് വർക്കൊക്കെ കഴിഞ്ഞ് വന്നാണെങ്കിൽ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ ഫോൺ, അതേപോലെ തന്നെ പഠിക്കുന്ന കുട്ടികളുടെ അവരുടെ എൻ്റർടൈൻമെൻറ്റ് ഫോൺ. അപ്പം അങ്ങനെ ആക്കാതെ നമ്മുടെ ലൈഫിൻ്റെ സന്തോഷത്തിൻ്റെ എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ ലൈഫിലേക്ക് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ പലപ്പോഴും നമ്മുടെ ഫോൺ നമുക്കൊരു ഭാഗത്തായി മാറും കേട്ടോ. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ലൈഫിന് എന്താ പറയണ്ടേ, ഇപ്പം ഇങ്ങനൊരു ടോപ്പിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യണം, ആ രീതി ചെയ്യണം. ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഡ്രോയിങ് ഉള്ളത്. അപ്പം ഞാൻ കുറച്ച് സമയം അതിന് വേണ്ടി ചിലവഴിക്കും. ക്രാഫ്റ്റ് ഇഷ്ടമാണ്, അതുപോലെ ജ്വല്ലറി മേക്കിംഗ് ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പം എല്ലാ ദിവസവും എല്ലാം ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരുപാട് തിരക്കായിരിക്കും, വർക്ക് ചെയ്യും. നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഫോൺ എടുത്ത് നമ്മൾ അതിതും കാണാൻ എന്ന് ചിന്തിക്കുന്ന നേരം കൊണ്ട് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ കുറച്ച് സ്കില്ല് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ ലൈഫിൽ നമ്മളെ കയ്യിലാവും. അതായത് ഒരു ഫോണിൻ്റെ കയ്യിലാവില്ല, നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ഫോണിലായി മാറില്ല, നമ്മുടെ കയ്യിലാവും. നിങ്ങൾ ആലോചിക്കാം, ഇപ്പം നിങ്ങൾ കാണുന്നത് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി വ്ളോഗ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കോമഡി ആയിരിക്കാം. ഇത് കാണുമ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ സമയമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കത് എൻ്റർടൈൻമെൻ്റ് ആണ്. ആ നിമിഷത്തേക്ക് നിങ്ങൾക്ക് സജഷൻ വരും, നിങ്ങളാണ് ഇതിൽ എഡിക്റ്റ് ആയിട്ട് ഫോൺ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് എഡിക്റ്റ് ആണ്. ഈ ആക്കി അയച്ചിട്ടുള്ള ഇപ്പം ഞാനടക്കമുള്ള ആൾക്കാർക്ക് നമുക്കിതൊരു ജോബ് പോലെ നമ്മൾ ചെയ്യുന്ന വീഡിയോസാണ്. ആ വീഡിയോ നിങ്ങൾ കാണുന്നു, അത് നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഈ എഫേർട്ടൊക്കെയാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നതും ഈ ഓരോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതും എല്ലായിട്ടുള്ള കാര്യങ്ങൾ. നമ്മളല്ലാതെ ഫോണിന് വേണ്ടിയിട്ട് സമയം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് തീർക്കല്ല, ഭയങ്കര ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണം ഓരോരുത്തരും, ഈ ചെയ്യുന്ന ഓരോ വീഡിയോസുള്ള ആൾക്കാരും. അപ്പം നിങ്ങളുടെ ലൈഫിൻ്റെ സമയമാണ് പാഴായി പോണേ. നിങ്ങൾ സ്ക്രോൾ ചെയ്ത് ഓരോന്ന് കാണുമ്പോഴും നിങ്ങളുടെ ലൈഫിൻ്റെ സമയമാണ് പാഴ്. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർടൈൻമെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് ടാലൻറ്റ് ഉണ്ടാവും ഓരോരുത്തരുടെ ഉള്ളിലും. ഗ്രാഫ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗാർഡനിങ് ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പം തന്നെ നമുക്ക് ഫോൺ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരുപാട് മാറിപ്പോകും. അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് വളരെ നല്ലൊരു നമ്മുടെ ലൈഫിലേക്ക് തന്നെ ഒരു പോസിറ്റീവ് തിങ്കിങ് തന്നെ വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമുക്ക് പറ്റും കേട്ടോ. കാരണം ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ അതൊരു ഭാഗമായിട്ടുണ്ടെങ്കിൽ ഇത്രയും ബിസി ആയിട്ടുള്ള, ഇത്രയും ലേസി ആയിട്ടുള്ള ഒരു ലൈഫ് വേറെ ഉണ്ടാവില്ല. ഇനി ലാസ്റ്റ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പം നമ്മൾ മറ്റുള്ളവരെ ഒരുപാട് വീഡിയോസിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ളത്. അതേപോലെ കപ്പിൾ ചാലഞ്ച്, അതേപോലെ തന്നെ അവിടെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വളകാപ്പ്, അല്ലെങ്കിൽ അവരുടെ ഫാമിലി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. അത് കാണുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ എനിക്കിങ്ങനെയൊന്നുമില്ലല്ലോ, എനിക്ക് എന്തെങ്കിലും പറ്റാത്ത, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ അത് ഇങ്ങനെയാണ്. നമ്മളിങ്ങനെയൊക്കെയാണ് ചിന്തിക്കുക. നമ്മൾ അയ്യോ അവർക്ക് അങ്ങനെയാണ്, നമ്മൾ കാണുന്ന വീഡിയോ ആയിട്ട് നമ്മൾ റിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ കാര്യങ്ങൾ. നമ്മുടെ മെൻ്റൽ സ്റ്റാറ്റസ് ആവുന്ന ഒരു ലെവൽ നോക്കി നോക്കിയിട്ടെങ്കിൽ നമ്മൾ ആ കാണുന്ന കാര്യങ്ങളിലേക്കായിരിക്കും എനിക്കിങ്ങനെ ഇല്ലല്ലോ, എന്തെങ്കിലും പറ്റാത്ത. അതേപോലെ തന്നെ ഈ ഗെയിമിങ്ങിലാണെങ്കിൽ ഫുൾ ബ്ലാങ്ക് ആയിരിക്കും. അത് എങ്ങനെ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകണം, ഏത് ലെവലിലേക്ക് പോകണം എന്നുള്ള രീതിയിലൊക്കെ ഒരു മൈൻഡ് ആവും. നമ്മളെ ചിന്തിക്കുക, നമ്മളിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ കാണുന്ന കാര്യങ്ങളിലേക്കും മറ്റുള്ളവരുടെ ലൈഫിലേക്കുമാണ് അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകാതെ നമ്മളിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുക, നമ്മുടെ ലൈഫിലേക്ക് സന്തോഷം കൊണ്ടുവരാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ഹാപ്പിനെസ് ആണ് ശരിക്കും നമ്മുടെ ഹാപ്പിനെസ്. അല്ലാതെ മറ്റുള്ളവരുടെ ലൈഫിൽ ഒരുപാട് സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കി അതിനെ വിലയിരുത്തി അതിനെ കമൻറ്റ് ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞിട്ടും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി പോയിട്ടായിരിക്കും എൻഡ് ഓഫ് ദ ഡേ, അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ എടുക്കുമ്പോൾ ചിന്തിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്താണ് ഇന്ന് എനിക്ക് വേണ്ടി നേടാൻ പറ്റിയെന്ന് മനസ്സിലാവാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അങ്ങനെ ഇരിക്കാതെ നമ്മളെ ലൈഫിലേക്ക് നോക്കാൻ ചിലപ്പോൾ ഞാൻ പറയില്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് ഡ്രോയിങ് കാണിച്ചിട്ട് വരയ്ക്ക്, അല്ലെങ്കിൽ ഗ്രാഫ്റ്റ്, ഇതൊക്കെ നമ്മൾ വെറുതെ പഴക്കി കളയല്ലേ നമുക്ക് ചിന്തിക്കാം. പക്ഷെ അല്ല കേട്ടോ, ആ സമയത്ത് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, ആ സമയത്ത് നമ്മളിലേക്ക് ഉണ്ടാകുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അത് ഭയങ്കര സൂപ്പറായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അങ്ങനെ ലൈഫിന് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസുകളാണ്, അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യും വേണേ.